ഈ കാണുന്ന രണ്ട് മുതലാളും ഇന്ന് എന്റെ വീട്ടില് പറയാതെ വന്ന എന്റെ ഗസ്റ്റുകളാണ് കേട്ടോ. ഇനിയും കൂട്ടി എങ്ങോട്ടോ ഒരു യാത്ര പോവാണ്. എങ്ങട്ടാന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേന്ന് കേട്ടോ. അങ്ങനെ ഞമ്മളെ സ്വന്തം കാക്കാന്റെ വണ്ടിയിലാണ് പോണത്. പോയി 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 ഞങ്ങൾ താമരശ്ശേരി എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഞമ്മളെ മക്കാമ് എന്താ ഒടുങ്ങക്കാടോ അവിടേക്കാണ് കേട്ടോ ഈ പോക്ക്. ഇവിടേക്ക് എന്നെ കൂട്ടി കൊണ്ടുപോകാനുണ്ടായ ഒരു കാരണം ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ ഫോണ് പോയ സമയത്ത് ഒരുപാട് കരഞ്ഞു, ഒരുപാട് തളർന്നപ്പം ഇവര് രണ്ടാളും പാട് ഒരു നേർച്ച വെച്ചിരുന്നല്ലോ. ഇനിയും കൊണ്ട് ഇങ്ങോട്ട് പോവാന്നും പിന്നെന്താ ആയത്തുൽ കുർസി ഓതാന്നുള്ളതും എന്താണ് ആ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെതാ ഞാനും അവിടെ എത്തി, ഞാനും പോവൽ. എന്നാലും ഇക്ക് വേണ്ടിയിട്ട് ഇവരെ നേർച്ച വെച്ചപ്പോ ഇവരെ കൂടെ പോവാൻ സാധിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ. അവിടുന്ന് എന്തായാലും ഒരു ചന്ദനത്തിരി കത്തിക്കാന്ന് കരുതി ചന്ദനത്തിരി കത്തിക്കാൻ നോക്കിയപ്പോഴോ മഴ കൊണ്ട് ഇതാക്കണ നമ്മളെ തീപ്പെട്ടിയൊക്കെ തണുത്ത് വറച്ച് കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. എത്ര കത്തിച്ചിട്ടും തീപ്പെട്ടിക്കൊള്ളി കണ്ട് പോകുക എന്നല്ലാതെ നമ്മളെ ചന്ദനത്തിരി കണ്ട് കത്തണില്ല കേട്ടോ. ഞാൻ തീപ്പെട്ടിക്കൊള്ളി എറുതി അത് തീരുന്നു കരുതിയോണ്ട് തന്നെ നമ്മളെ സെക്യൂരിറ്റി കാക്ക അങ്ങോട്ട് ഇറങ്ങി വന്നാണ്ട് സെക്യൂരിറ്റി കാക്കയും കുറെ പെടാപ്പാട് പെട്ടോക്കിട്ടോ. അപ്പോഴും ആ മുതല് കത്തിയില്ലട്ടോ. അങ്ങനെ ഞമ്മളെ കാക്കാക്കും മനസ്സിലായി ഇതേ സംഘുന്റെ കുഴപ്പമില്ല എന്നുള്ളത്. ഫൈനലി ഞമ്മളെ ചന്ദനത്തിരി കത്തിട്ടോ. അങ്ങനെ ഇതാക്കണ് ഞാൻ അവിടെ പോയാണ്ട് നല്ലോണം പ്രാർത്ഥിച്ചാണ്ട് അവിടെ വെച്ചുട്ടോ. ഇത് ഈ മക്കാമിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ വഴി പോണ എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ട് അവനെ കൊണ്ട് കഴിയണ ഒരു രൂപ പോലും ഇടാതെ ഈ വഴി സഞ്ചരിക്കലില്ല കേട്ടോ. അതെല്ലാം പെറുക്കിയെടുക്കാൻ രണ്ട് ഉസ്താദുമാരും അവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ഇത് കണ്ടാണ്ട് കുരു പൊട്ടാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ഈ കുരു പൊട്ടണോലാണെങ്കിലോ എല്ലാ സ്ഥലത്തേക്കും പോകും ചെയ്യും, ആരൊക്കെ അറിയില്ല. പക്ഷെ സംഘ് പോണതൊക്കെ പബ്ലിക്കായി വീഡിയോ ചെയ്യണോണ്ട് തന്നെ നാല് ഭാഗത്തുനിന്നും കുറ്റങ്ങളും കുറവുകളും ആവട്ടെ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്റെ ഹാപ്പിക്ക് അനുസരിച്ചേ നടക്കുള്ളൂ കേട്ടോ. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിക്കാൻ നിന്നാല് അവിടെ നമ്മൾ തോൽക്കുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.